പ്യാരെ ബച്ചോ നമസ്തേ. ഇന്ന് നമ്മൾ രശ്മി പബ്ലിഷേഴ്സിൻ്റെ 7th സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ 5 ചാപ്റ്റേഴ്സിൻ്റെ ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഹാഫ് ഇയർലി എക്സാമിനുള്ള തും ഇതിഹാസ ബദൽത്തെ രഹന, നന്ന ദേശഭക്തി വീരു, രഘു കി സച്ചി കഥ, സീഖോ, മേം അനൂട്ടാഹും, ഇത്രയും ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റിയും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററായ തും ഇതിഹാസ് ബദൽത്തെ രഹന എന്നുള്ള ചാപ്റ്ററിൻ്റെ വൊക്കാബുലറി, ന്യൂ വേർഡ്സ് അതുപോലെ പഠിക്കുക. ഹിന്ദി മീനിങ് പഠിക്കേണ്ടതില്ല, ഇംഗ്ലീഷ് മീനിങ് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് സ്പീക്കിംഗ് സ്കില്ലിൽ 3 ക്വസ്റ്റ്യൻസാണുള്ളത്. അതായത് പേജ് നമ്പർ 3. ആ 3 ക്വസ്റ്റ്യൻസിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കവി കോ ക്യാ ബദൽനെ കാ വിശ്വാസ് ഹേ. കവി എന്ത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്? എന്ത് ചേഞ്ച് ചെയ്യണമെന്നാണ്, ചേഞ്ച് ചെയ്യുന്നതിലാണ് വിശ്വസിക്കേണ്ടതെന്ന് കവി പറയുന്നു? ആൻസർ ഇതിഹാസ് എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദീപക് കാ ക്യാ ധർമ്മ ഹേ. ദീപക് എന്ന് പറഞ്ഞാൽ ലാമ്പ്, വിളക്കിൻ്റെ ധർമ്മം എന്താണ്? ആൻസർ ജൽത്തെ രഹന എന്ന് മാത്രമാണ് അതിൻ്റെ ആൻസർ കേട്ടോ. തൂഫാനുമേ ജൽത്തെ രഹന, കത്തിക്കൊണ്ടിരിക്കുക. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, കാണ്ടോം പർ ചലനെ കാ ക്യാ ഭാവ് ഹേ. കാണ്ടോം പർ ചലന എന്ന് പറഞ്ഞാൽ മുള്ളിലൂടെ നടക്കുക. കവി പറയുന്നു മുള്ളിലൂടെ നടക്കണം. അപ്പോൾ അതിൻ്റെ ആശയം എന്താണ്? ആൻസർ കഠിൻ പരിസ്ഥിതിയോം കാ സാമന കർണ ചാഹിയെ. കഠിനമായ ബുദ്ധിമുട്ടുള്ള, അതായത് പ്രശ്നങ്ങളിൽ നമ്മൾ മുന്നേറണം. അതാണ് കവി പറയുന്നത്. അതിനാണ് കവി മുള്ളിലൂടെ നടക്കുക എന്ന് പറയുന്നത്. മുള്ളുകൾ എന്ന് പറഞ്ഞാൽ പ്രയാസങ്ങളാണ്. അപ്പോൾ അതിലൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ കഠിനമായ ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നും നമ്മൾ തരണം ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് അതിൻ്റെ ശേഷം റൈറ്റിംഗ് സ്കില്ല് ക്വസ്റ്റ്യൻസ്. അവിടെ 3 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കവി കെ അനുസാർ ഹർ ഘർ മേം അന്ധേര കബ് ഛാ ജാത്താ ഹേ. കവി പറയുന്നത് അനുസരിച്ച് എല്ലാ വീട്ടിലും അന്ധേര എന്ന് പറഞ്ഞാൽ ഡാർക്ക്, ഇരുട്ട് പരക്കുന്നത് എപ്പോഴാണ്? ആൻസർ അമാവാസ് കി രാത്ത്. കവി കെ അനുസാർ ഹർ ഘർ മേം അമാവാസ് കി രാത്ത് അന്ധേര ഛാ ജാത്താ ഹേ. അമാവാസ് കി രാത്താണ് അമാവാസിൻ്റെ രാത്രിയിൽ എല്ലാ വീട്ടിലും ഇരുട്ട് പരക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കവി ने घोर अंधेरे और झंझावातों में क्या करने के लिए कहा है. കവി എന്താണ് പറയുന്നത്? ഇരുട്ടുണ്ടാവുമ്പോഴും അതുപോലെ നല്ല കൊടുങ്കാറ്റുണ്ടാവുമ്പോഴും എന്ത് ചെയ്യണം എന്നാണ് കവി പറയുന്നത്? ആൻസർ ധർമ്മ കാ ദീപക് ജലാനെ കെലിയെ കഹാ ഹേ. ധർമ്മത്തിൻ്റെ ദീപം കത്തിക്കണമെന്ന് കവി പറയുന്നു. കവിനെ ഘോർ അന്ധേരി അവർ ജഞ്ചാവാത്തോമേ ധർമ്മ കാ ദീപക് ജലാനെ കെലിയെ കഹാ ഹേ. അപ്പോൾ ആൻസർ ധർമ്മ കാ ദീപക് ജലാനെ കെലിയെ, ധർമ്മത്തിൻ്റെ ദീപം കത്തിക്കുക. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, സർഹദ് കി നിഗരാനി കർണേ കെലിയെ കവിനെ ക്യാ കഹാ ഹേ. പിന്നെ സർഹദിക്ക് നിഗരാനി കർണേ കേലി എന്ന് പറഞ്ഞാൽ നമ്മൾ ബോർഡർ ഗാർഡ് ചെയ്യുക, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി കവി എന്ത് പറയുന്നു? ആൻസർ സർഹദിക്ക് നിഗരാനി കർണേ കേലിയെ കവിനെ കഹാ ഹേ കി തുമേം ഹർ സമയം സംഭൽ കർ രഹന ഹേ. നിങ്ങൾ ഏത് സമയവും എന്താണ് ജാഗരൂകരാവണം. അതാണ് കവി പറയുന്നത്. തുമേം ഹർ സമയം സംഭൽ കർ രഹന ഹേ. നിങ്ങൾ ഏത് സമയവും പ്രൊട്ടക്റ്റ് ചെയ്യണം. നെക്സ്റ്റ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കവി കെ അനുസാർ ഹമേ നിരന്തർ ഡേഷ് ബദൽത്തെ രഹന ചാഹിയെ. കവി പറയുന്നത് അനുസരിച്ച് നമ്മൾ ഏത് സമയവും ഡേഷ് ചേഞ്ച് ചെയ്യണം. ആൻസർ ഇതിഹാസ്, ചരിത്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യന്, അഗർ ഹം ഡേഷ് പർ ചലത്തെ രഹെങ്കെ മൻസിൽ മിൽ ജായേഗി. നമ്മൾ ഡേഷിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ നമുക്ക് ഡെസ്റ്റിനേഷനിൽ എത്താം. ആൻസർ മാർഗ് എന്നാണ് കേട്ടോ. മാർഗ് ഗർ എന്നുണ്ട്, അതിൽ കറക്റ്റ് ഓപ്ഷൻ മാർഗ്, വഴിയിലൂടെ. നെക്സ്റ്റ്, ജിത്തനി ബി ബാധായം ആയേ ഹമേ ഡേഷ് ഗലെ ലഗ്ന ചാഹിയെ. എത്രത്തോളം ബുദ്ധിമുട്ടുകളുണ്ടോ അതിനെയൊക്കെ നമ്മൾ ഡേഷ് ഗലെ ലഗ്ന ചാഹിയെ, ഡേഷ് ചെയ്തിട്ട് കെട്ടിപ്പിടിക്കണം. അപ്പോൾ ആൻസർ, കറക്റ്റ് ആൻസർ ഹസ്കർ എന്നാണ്, ചിരിച്ചിട്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ആ ഒരു പേജിൽ. നെക്സ്റ്റ് നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. നെക്സ്റ്റ് പേജിൽ ഫസ്റ്റ് തന്നെ കംപ്ലീറ്റ് ദ ലൈൻസ് ഓഫ് ദ പോയം എന്നാണ്. അത് നമുക്ക് എക്സാമിന് പഠിക്കേണ്ടതില്ല. അത് കഴിഞ്ഞുള്ള മദർ ടങ്ക്, അതും എക്സാമിന് പഠിക്കാനുള്ളതല്ല. നെക്സ്റ്റ് സുന്ദർ ലിഖിയ, അതും വേണ്ട. അത് കഴിഞ്ഞിട്ടുള്ള വർണ്ണ വിച്ഛേദ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വർണ്ണ വിച്ഛേദ്, സ്പ്ലിറ്റ് ദ ലെറ്റേഴ്സ്, വർണ്ണ വിച്ഛേദ് കീജിയെ. വർണ്ണ വിച്ഛേദ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം, ഒരു വ്യഞ്ജനാക്ഷരം, അതായത് ക ഗ ഗ ഗ ഇങ്ങനെയുള്ള വ്യഞ്ജനാക്ഷരങ്ങളിൽ ഏത് സിമ്പിളാണ് ആഡ് ചെയ്ത് അതിന് വേർതിരിക്കാൻ നമുക്ക് പറ്റണം. ആദ്യം നമ്മൾ ഇവിടെ എക്സാമ്പിളായിട്ട് ഒന്നാമത്തെ വേർഡ് വരുന്നത് ആന്തി. ആന്തി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, അതിന് ആദ്യം അതുപോലെ തന്നെ ആം പ്ലസ് ദി ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് ആം എന്നുള്ളതിനെ നമ്മൾ സെപ്പറേറ്റ് ആക്കുക. ആം എന്നുള്ളത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതിൽ ആയുണ്ട്, അതുപോലെ ആം എന്നുള്ള ഒരു സിമ്പലുണ്ട്. പിന്നെ ദി എന്നുള്ളതിൽ ദായും ഉണ്ട്, ഈ എന്നുള്ള സിമ്പലും ഉണ്ട്. രണ്ടും ചേരുമ്പോഴാണ് ദി എന്ന് വരിക. അപ്പോൾ ആദ്യം നമ്മൾ അതിലേക്ക് ചേർന്ന
സ്വരാക്ഷരത്തിനെ സ്പ്ലിറ്റ് ചെയ്യുക, വ്യഞ്ജനാക്ഷരത്തിൽ നിന്ന് സ്വരാക്ഷരത്തെ സ്പ്ലിറ്റ് ചെയ്യുക, അതാണ് സ്പ്ലിറ്റ് ദ ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ വ്യഞ്ജനാക്ഷരങ്ങളെ യഥാർത്ഥ രൂപമായ ഹൽചിഹ്നം ഇട്ടിട്ട് എഴുതണം. അതായത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് കീ എന്ന ലെറ്ററിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പം അതിൽ കായുണ്ട്, പിന്നെ ഈ എന്നുള്ള സിമ്പലുണ്ട്. അപ്പോൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് മാറ്റുമ്പം അതിൻ്റെ യഥാർത്ഥ രൂപം ക്ക് എന്നായിരിക്കും കേട്ടോ എഴുതുന്നത്. കായുടെ താഴെ ഒരു ഹൽചിഹ്നം ഇട്ടിട്ട് എഴുതുക, ക്ക് പ്ലസ് ഇ, അതാണ് കീ എന്നുള്ളതിന്. അതൊരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞതാണ്, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ വേർഡ് ഹസ്കർ. ഹസ്കർ എന്ന് പറയുമ്പോൾ ഹ് പ്ലസ് പ്ലസ് സാ എന്നാണ്, പ്ലസ് ക പ്ലസ് ര. അപ്പോൾ പ്ലസ് സാ എന്നുള്ളതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പം സ് പ്ലസ് ആ, ക എന്നുള്ളതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ക്ക് പ്ലസ് ആ, ര സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ര് പ്ലസ് ആ. അപ്പോൾ ഇതുപോലെ ഒന്ന് മനസ്സിലാക്കി പഠിക്കട്ടോ. ആ ഭാഗം സിമ്പിളാണ്, ഒന്ന് മനസ്സിലാക്കി പഠിച്ചാൽ പെട്ടെന്ന് ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് പേജ് നമ്പർ 5 സമാനാർത്ഥ വാലെ ശബ്ദ ചുൻകർ ലിഖിയേ. സിനോണിംസ് എന്ന് പറഞ്ഞാൽ സമാനാർത്ഥ വാലെ ശബ്ദ സിനോണിംസ് എന്ന് പറഞ്ഞാൽ ഒരു വേർഡിന് സെയിം മീനിങ് ഉള്ള വേറെ വേർഡുകൾ, അതാണ് പറയുന്നത് സമാനമായ അർത്ഥങ്ങളുള്ള മറ്റു പദങ്ങൾ. അപ്പോൾ ഘർ എന്നുള്ളതിൻ്റെ മറ്റു 2 പേരുകളാണ്, ഒന്ന് ഗ്രഹ്, 2 സദൻ. രജനി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മീനിങ് നൈറ്റിനാണ്. അപ്പോൾ അതിൻ്റെ മറ്റു 2 പദങ്ങളാണ് രാത്രി. ബാധായേം, രുക്കാവട്ടേം, അവരോധ്, സങ്കട്, വിപത്തി, സമസ്യായേം. ഒന്ന് അതുപോലെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കട്ടോ. അത്രേ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കേണ്ടതുള്ളൂ. അപ്പോൾ നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോവാം. നെക്സ്റ്റ് സെക്കൻഡ് ചാപ്റ്റർ നന്ന ദേശഭക്തി വീരു. അപ്പോൾ ഇതിൽ വൊക്കാബുലറിക്ക് ശേഷം വരുന്ന ഫസ്റ്റ് സ്പീക്കിംഗ് സ്കില്ല് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് 3 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വീരു അവർ ഉസ്കെ ദോസ്തോം നെ സ്വതന്ത്രതാ ദിവസ് പർ ക്യാ ബനാനെ കി യോജന ബനായി. വീരുവും അവൻ്റെ സുഹൃത്തുക്കളും കൂടി സ്വാതന്ത്ര്യ ദിവസത്തിൻ്റെ അന്ന് എന്തുണ്ടാക്കാനാണ് തീരുമാനിച്ചത്? ആൻസർ വിശേഷ ജാങ്കി, ഒരു വിശേഷമായിട്ടുള്ള പരേഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വീരു അവർ ദോസ്തോം നെ ജാങ്കി കെ ലിയെ ക്യാ ക്യാ സാമഗ്രി ചുട്ടായി. വീരുവും അവൻ്റെ സുഹൃത്തുക്കളും കൂടി ആ വിശേഷമായിട്ടുള്ള ജാങ്കിയിലേക്ക് എന്തെല്ലാം സാമഗ്രികളാണ് ചേർത്തത്? ആൻസർ സർദാർ ഭഗത് സിംഗ്, മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ്, അവർ റാണി ലക്ഷ്മിബായിക്ക് ചിത്ര, ഇവരുടെയൊക്കെ ചിത്രങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സബി ബച്ചോം നെ ക്യാ കർനെ കാ സങ്കൽപ് ലിയ. എല്ലാ കുട്ടികളും എന്താണ് പ്രതിജ്ഞ എടുത്തത്? ആൻസർ कि वे हमेशा देश की सेवा करेंगे, അവർ എല്ലായ്പ്പോഴും ദേശത്തിന് വേണ്ടി സേവ ചെയ്യും. നെക്സ്റ്റ് റൈറ്റിംഗ് സ്കില്ല് 3 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ബച്ചോം നെ ജാങ്കി में किन स्वतंत्रता सेनानियों के चित्र लगाए. മേലെ പറഞ്ഞു ഒരു ക്വസ്റ്റ്യന് വീരു ദോസ്തോം നെ ജാങ്കി കെ ലിയെ ക്യാ ക്യാ സാമഗ്രി. അപ്പോൾ സാമഗ്രി എന്നും അതുപോലെ സ്വതന്ത്ര സേനാനിയോം കെ ചിത്ര എന്ന് പറഞ്ഞാലും സെയിം ആൻസർ ആണ്. സർദാർ ഭഗത് സിംഗ്, മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ്, और റാണി ലക്ഷ്മിബായി. നെക്സ്റ്റ്, പ്രധാന ആചാര്യനെ ബച്ചോം കി പ്രശംസ കൈസേ കി. പ്രിൻസിപ്പള് എങ്ങനെയായിരുന്നു അവരെ പ്രശംസിച്ചത്? ആൻസർ വീരു और उसके दोस्तों की झांकी ने सबके दिलों में देशभक्ति की भावना जगा दी, यह हमारे नायकों का समान है. വീരുവും അവൻ്റെ സുഹൃത്തുക്കളും ചെയ്ത ജാങ്കി എല്ലാവരും മനസ്സിലും ദേശഭക്തി ഉണർത്തി. അത് മഹാന്മാരായ നായകന്മാരെ പോലെ സമാനമായ ഒരു പ്രക്രിയയായിരുന്നു. അതാണ് പ്രിൻസിപ്പൽ പറഞ്ഞത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബച്ചോം കി ജാങ്കി ദേഖകർ ഗാവ് വാലോനെ ക്യാ കഹാ. കുട്ടികളുടെ ജാങ്കി കണ്ടിട്ട് ഗ്രാമവാസികൾ എന്ത് പറഞ്ഞു? ആൻസർ ഗാവ് വാലോം നെ ബഹുത് പ്രഭാവിത് ഹുയെ അവർ ബച്ചോം കി മെഹനത്ത് കി സരാഹന കി. ഗ്രാമവാസികൾ അതിൽ പ്രഭാവിതരായിട്ട് കുട്ടികളുടെ പരിശ്രമത്തെ പ്രശംസിച്ചു. നെക്സ്റ്റ് ഓപ്ഷൻ ക്വസ്റ്റ്യൻസ് ആണ്. ഈ പേജിൽ 2 ഓപ്ഷൻ ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പ്രധാന ആചാര്യനെ കിസ്കി പ്രശംസാക്കി. പ്രധാനാചാര്യൻ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൾ എങ്ങനെയായിരുന്നു പ്രിൻസിപ്പൾ ആരെയായിരുന്നു പ്രശംസിച്ചത്? ആൻസർ ജാങ്കിയോം കി, ജാങ്കിയെ, ആ പരേഡിനെ. നെക്സ്റ്റ്, ബച്ചോം നെ ജാങ്കി കോ കഹാം പ്രദർശിത് കിയ. കുട്ടികൾ ജാങ്കി എവിടെയായിരുന്നു പ്രദർശിപ്പിച്ചത്? ആൻസർ സ്കൂൾ കെ മൈതാൻ മേ, സ്കൂളിലെ ഗ്രൗണ്ടിൽ. നെക്സ്റ്റ് പേജ് നമ്പർ 10. നെക്സ്റ്റ് പേജ് നമ്പർ 10 ഫസ്റ്റ് ഓപ്ഷൻ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ അവിടെ ഉണ്ട്. ബച്ചോം കി ജാങ്കിനെ ഗാവ് മേ കിസ് ഭാവനാക്കോ ജഗായ. കുട്ടികളുടെ ജാങ്കി എന്ത് ഭാവനയാണ്
അതായത് എന്ത് അവയർനെസ് ആണ് നൽകിയത്? ആൻസർ ദേശഭക്തി, രാജ്യസ്നേഹം. നെക്സ്റ്റ് സഹിയ ഖലത്ത്, അത് ക്വസ്റ്റ്യന് എക്സാമിന് വരാത്തൊരു ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ് വരാൻ സാധ്യതയില്ല. നെക്സ്റ്റ് അതുപോലെ തന്നെ അതിൻ്റെ താഴെയുള്ള ഗദ്യാംശ്, ഈ ഗദ്യാംശ് പഠിയെ അവർ ഉത്തർ ലിഖിയെ, റീഡ് ദ പാസേജ് ആൻഡ് റൈറ്റ് ദ ആൻസേഴ്സ്. ഇതൊരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. പാരഗ്രാഫ് നന്നായി റീഡ് ചെയ്യുക, ആൻസർ കണ്ടെത്തുക. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എക്സാമിന് ഉണ്ടാവും. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നെക്സ്റ്റ് പേജിലുള്ള പേജ് നമ്പർ 11 മാതൃഭാഷ എക്സാമിന് ഉണ്ടാവില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സമാനാർത്ഥി ശബ്ദ ചുരുക്കം ലിഖിയെ, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞ അതുപോലെ തന്നെ സമാനാർത്ഥി ശബ്ദ, റൈറ്റ് ദ സിനോണിംസ്, സമാനമായ അർത്ഥങ്ങൾ വരുന്ന മറ്റു വേർഡുകൾ ഒരു വാക്കിൻ്റെ. ഒന്നാമത്തെ വേർഡ് മാത എന്നുള്ളതിൻ്റെ മറ്റൊരു വേർഡ് ജനനി, സ്വതന്ത്രത, ആസാദി, ഫ്രീഡം എന്നാണ് മീനിങ്. സമ്മാൻ, റെസ്പെക്റ്റ്, ആദർ, ആൾസോ റെസ്പെക്റ്റ്. നെക്സ്റ്റ് യാദ് പറഞ്ഞാൽ മെമ്മറി, സ്മരൺ എന്ന് പറഞ്ഞാലും മെമ്മറി. നെക്സ്റ്റ് സരാഹന, അപ്രീസിയേഷൻ, പ്രശംസ എന്ന് പറഞ്ഞാലും പ്രശംസ, അപ്രീസിയേഷൻ. നെക്സ്റ്റ് പ്രയാസ് എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്ക്, കോഷിഷ് എന്ന് പറഞ്ഞാലും ഹാർഡ് വർക്ക്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ബഹുവചൻ രൂപലിഖിയെ, റൈറ്റ് ദ പ്ലൂരൽ. ഫസ്റ്റ് വേർഡ് കഹാനി, കഹാനിയാം. ഇവിടെ നമ്മൾ ബഹുവചനം എഴുതുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബഹുവചനം ഹിന്ദിയിലെ സിംഗുലറിനെ പ്ലൂരലിലേക്ക് മാറ്റുമ്പോൾ കുറച്ച് നിയമങ്ങളുണ്ട്. അതായത് ഈ മാത്രയിലുള്ള വേർഡ്സ് ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ലാസ്റ്റ് ലെറ്ററിൽ ഈ മാത്രയായിരിക്കും. അപ്പോൾ ആ ലാസ്റ്റ് ലെറ്ററിൻ്റെ ഈ മാത്രയെ നമ്മൾ ഈ മാത്രയിലേക്ക് കൊണ്ടുവരാം ആദ്യം. അതായത് ലെഫ്റ്റ് സൈഡിലേക്ക് വള്ളി കൊണ്ടുവന്നിട്ട് നമ്മൾ അതിലേക്ക് യാം ആഡ് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ഈ സിമ്പിളുള്ള സ്ത്രീലിംഗമായ വേർഡുകൾ നമ്മൾ ബഹുവചനം പ്ലൂരലിലേക്ക് മാറ്റുമ്പോഴുള്ള നിയമം. പിന്നെ നമ്മൾ ആ മാത്രയിലുള്ള വേർഡുകൾ നമ്മൾ പ്ലൂരലിലേക്ക് മാറ്റുമ്പോൾ ആ മാത്ര റിമൂവ് ചെയ്തിട്ട് എ മാത്രം ആഡ് ചെയ്യാം. എക്സാമ്പിൾ ബച്ച എന്നാണെങ്കിൽ ബച്ചേ, പിന്നെ കുത്ത, കുത്തേ, ഇതുപോലെ. ഇനി നമ്മൾ രണ്ടും ഇല്ലാത്ത, ആ മാത്രയുമല്ല ഈ മാത്രയും അല്ലാത്ത വേർഡ്സ് ആണെങ്കിൽ നമ്മൾ എ മാത്രം കൊടുത്ത് കുത്തിടുക. എക്സാമ്പിൾ പുസ്തകേം, സടക്ക്, സടക്കേം, ഇതുപോലെ. അപ്പോൾ ഇതിലാകെ ആ മാത്രയും ഈ മാത്രയുള്ള വേർഡ്സേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ രണ്ട് നിയമങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഈ മാത്രം, എക്സാമ്പിൾ ഈ മാത്രമുള്ള വേർഡാണ് കഹാനി, അപ്പോൾ അതിനെ കഹാനിയാം. തയ്യാരി, തയ്യാരിയാം. ജാങ്കി, ജാങ്കിയാം, ഈ രീതിയിൽ. മറ്റു തരത്തിലുള്ള വേർഡ്സാണ് ആ മാത്ര വേർഡ്സാണ് ലടുക്ക, ലടുക്കേ, ബച്ച, ബച്ചേ. നമ്മൾ എഴുതുമ്പം ലടുക്ക എന്നുള്ളതിൽ ആ മാത്ര റിമൂവ് ചെയ്യാതെ നിങ്ങൾ ഏ മാത്രം എഴുതരുത്. അങ്ങനെ എഴുതുമ്പോൾ ലടുക്കോ എന്നാണ് ആവും കേട്ടോ. അപ്പോൾ അത് തെറ്റിപ്പോവും, അത് നന്നായി ശ്രദ്ധിക്കുക. ഓക്കെ, അതിൻ്റെ താഴെ നമ്മൾ വാക്യശുദ്ധി കീജിയെ, കറക്റ്റ് ദ സെൻറ്റൻസ്. അപ്പോൾ സെൻറ്റൻസുകൾ നോക്കുക, അതിൽ മിസ്റ്റേക്കുകൾ ഉണ്ടാവും, അതിനെ കറക്റ്റ് ചെയ്യുക. ഒന്നാമത്തെ സെൻറ്റൻസ് ജാങ്കി മേ സബി ബച്ചേ ഭാഗ് ലേഗ. അപ്പോൾ അവിടെ സബി ബച്ചേ, നമ്മൾ എല്ലാ കുട്ടികളും പങ്കെടുക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ലേഖ എന്നല്ല, നമ്മൾ ലേങ്കേ എന്ന് വരണം, ബഹുവചനത്തിലേക്ക് വരണം. നെക്സ്റ്റ് മേ ഹമേഷ ദേശ് കി സേവ കരേഗ, അത് ഒരാളാണ് പറയുന്നത്. ഞാൻ മാത്രമേ ഇടും. മേ എന്ന് പറഞ്ഞാൽ ഞാൻ ദേശത്തിന് വേണ്ടി സേവ ചെയ്യും എന്ന് പറയുമ്പോൾ കരേഗ എന്നല്ല, കരൂങ്ക. മേമ് ഫസ്റ്റ് വന്നതുകൊണ്ട് കരൂങ്ക. പിന്നെ നെക്സ്റ്റ് പേജിൽ സബി ദേശഭക്തി ദിൽസെ ഹോത്താ ഹേ, സച്ചി ദേശഭക്തി എന്നാണ് കേട്ടോ. സച്ചി ദേശഭക്തി ദിൽസെ ഹോത്താ ഹേ. അപ്പോൾ അവിടെ സച്ചി എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഹോത്തി, ലാസ്റ്റ് ഹോത്തി എന്ന് വരണം. അതാണ് ആ വാക്യത്തിൻ്റെ മിസ്റ്റേക്ക്. നെക്സ്റ്റ് ലാസ്റ്റ് ചോട്ടാ ചോട്ടാ പ്രയാസ് ബി മഹത്വപൂർണ്ണ ഹോത്തേ ഹൈ, അവിടെ ഹോത്തേ ഹൈ എന്നാണ് അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചോട്ടേ ചോട്ടേ എന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇത്രയാണ് ആ ഒരു ചാപ്റ്ററിലുള്ളത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. നെക്സ്റ്റ് രഘു കി സച്ചി കഥ എന്നുള്ള ചാപ്റ്ററിൽ വൊക്കാബുലറിക്ക് ശേഷം വരുന്നത് സ്പീക്കിംഗ് സ്കില്ല് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദാദുവിനെ കഹാനി കിസ്കോ സുനായി. ദാദു എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് ഫാദർ ആണ്. ഗ്രാൻഡ് ഫാദർ കഥ കേൾപ്പിച്ചത് ആർക്കാണ്? ആൻസർ ഷീന ഔർ അമർ, ഷീനക്കും അമറിനും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കഹാനി കാ ഹീറോ കോൻ ദാ, കഹാനിയിലെ ഹീറോ ആരായിരുന്നു? ആൻസർ രഘു. തേർഡ് ക്വസ്റ്റ്യൻ, ദാദു കോ ക്യാമ്പ് മേ കോൻ മിലേദേ, ദാദു ക്യാമ്പിൽ കണ്ടുമുട്ടിയതാരെ? ആൻസർ ബൊമ്മൻ ഔർ ബേളി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രഘു കോ ക്യാമ്പ് മേ കിസ്നെ പഹുഞ്ചായ, രഘുവിനെ ക്യാമ്പിൽ എത്തിച്ചതാരായിരുന്നു? ആൻസർ ക്യാമ്പ് കെ അധികാരി. നെക്സ്റ്റ് റൈറ്റിംഗ് സ്കില്ല് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മുതുമലായി ടൈഗർ റിസർവ് കഹാം ഹെ അവർ കിത്തനെ വർഷ പഹലെ ബനായ ഗയാ താ. മുതുമലായി ടൈഗർ റിസർവ് എവിടെയാണ്? അത് എത്ര വർഷം മുമ്പ് ഉണ്ടാക്കിയതായിരുന്നു? ആൻസർ മുതുമലായി ടൈഗർ റിസർവ് തമിഴ്നാടു മേം ഹെ 140 വർഷ പഹലെ ബനായ, 140 വർഷം മുമ്പ് അതുണ്ടാക്കി. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, രഘു കോ വനവിഭാഗത്തെ അധികാരിയോനെ കിസ് ഹാലത്ത് മേ പായാ താ, രഘുവിനെ വനത്തിലെ അധികാരികൾ ഏതൊരു കണ്ടീഷനിലായിരുന്നു കണ്ടെത്തിയത്? ആൻസർ രഘു കോ ഘായൽ ഹാലത്ത് മേ പായാ താ, രഘുവിനെ മുറിവ്
ആകെപ്പാടെ മുറിവുള്ള ഒരു പ്യുവറായിട്ടുള്ള അവസ്ഥയിലായിരുന്നു കണ്ടെത്തിയത്. പൂഞ്ച് പർ ഗാവുതെ, വാലിലൊരു മുറിവുണ്ടായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബൊമ്മൻ അവർ ബേളിനെ രഘു കി ദേഖ്ഭാൽ കൈസേക്ക്, ബൊമ്മനും ബേളിയും രഘുവിനെ നോക്കിയത് എങ്ങനെയായിരുന്നു, കെയറിങ് എങ്ങനെയായിരുന്നു? ആൻസർ, ബൊമ്മൻ അവർ ബേളിനെ അപ്പിനെ ബച്ചയ്ക്ക് തരഹ് രഘു കി ദേഖ്ഭാൽ കി, ബൊമ്മനും ബേളിയും തൻ്റെ കുട്ടിയെ സ്വന്തം കുട്ടിയെ പോലെ അവനെ സംരക്ഷിച്ചു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ജാൻവർ ഗാവ് കി ഓർ പലായൻ ക്യോം കർത്തേ ഹേ, മൃഗങ്ങൾ ഗ്രാമത്തിന് നേരെ പലായനം ചെയ്തു വരുന്നു എന്തുകൊണ്ട്? ആൻസർ, ലോക് വനോം കെ പേട് കാട്ടത്തെ ജാ രഹേ ഹൈ, ആളുകൾ വനത്തിലെ മരങ്ങൾ മുറിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്ലിയെ ജാൻവർ ഗാവ് കി ഓർ പലായൻ കർത്തേ ഹേ, അതുകൊണ്ട് മൃഗങ്ങൾ ഗ്രാമത്തിന് നേരെ പലായനം ചെയ്തു വരുന്നു. നെക്സ്റ്റ് സഹിയ ഗലത്ത് ക്വസ്റ്റ്യൻ ആണ്, അത് എക്സാമിന് വരാൻ സാധ്യതയില്ലാത്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നെക്സ്റ്റ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ജബ് വനവിഭാഗ് കെ ഡാഷ് നെ ഉസേ ദേഖാ ദോ വോ ഗബ്സി ഹാലത്ത് മേം ദാ, എപ്പോഴാണ് വനവിഭാഗത്തിൽ ആരോ അവനെ കണ്ടു, അവന് ഒരു അവനൊരു ഗബ്സി ഹാലത്ത് മേം ദാ, അവന് ഭയങ്കരമായ മോശമായ അവസ്ഥയിലായിരുന്നു. ആൻസർ, अधिकारीने उसे देखा. नेक्स्ट सेकंड क्वेश्चन, दप्पा गंडू सरकारी कैंप में झुंड से बिछुड़ गए हाथियों की डैश की जाती थी. दप्पा गंडू സർക്കാരി ക്യാമ്പിൽ ജുണ്ട് സെ ബിച്ചുടുക എന്ന് പറഞ്ഞാൽ ആനകളുടെ ആ ഒരു കൂട്ടത്തിൽ നിന്ന് വിട്ടുപിരിഞ്ഞ ആനകളുടെ ഡാഷ് ഉണ്ടായിരുന്നു. ആൻസർ, ദേഖ്ഭാൽ, കെയറിങ്, ടേക്ക് കെയർ. നെക്സ്റ്റ്, ജബ് ബേളി രോ രഹീതി തോ നന്ന രഘു പാസ് ആക്കർ ഡാഷ് പുഞ്ചിനെ ലഗ, എപ്പോഴെങ്കിലും ബേളി കരഞ്ഞാൽ ചെറിയ രഘു വന്നിട്ട് ഡാഷ് തുടക്കാൻ തുടങ്ങി. ആൻസർ, ആംസു, കണ്ണുനീർ. ഫോർത്ത് ക്വസ്റ്റ്യൻ, വികാസ് കി ആന്തി ദൗഡ് മേം, വികാസത്തിൻ്റെ വളർച്ച വളരെ പെട്ടെന്നാണ്. ഡാഷ് കെ സാത്ത് ചീಡ್ചാടിക്ക്, എന്തിൻ്റെയോ കൂടെ പെട്ടെന്ന് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ആൻസർ, പ്രകൃതി കെ സാത്ത്. നെക്സ്റ്റ് റീഡ് ദ പാസേജ് ആണ്. അപ്പോൾ അത് നമുക്ക് പ്രാക്ടീസ് ക്വസ്റ്റ്യന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുപോലെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. നെക്സ്റ്റ് മാതൃഭാഷ നമുക്ക് എക്സാമിന് ഇല്ലാത്തതാണ്. നെക്സ്റ്റ് ഡ ഔർ ഡാക്ക പ്രയോഗ്, അതായത് കുത്തിട്ടിടായും കുത്തില്ലാത്തിടായും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ, ഇതിന് 2 നിയമങ്ങളാണുള്ളത്. ഒന്നാമത്തെ നിയമം, ഏതെങ്കിലും വേർഡ്സിൻ്റെ ഫസ്റ്റിൽ ഡാ സ്റ്റാർട്ടിങ് ലെറ്ററായിട്ട് ഡാ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ഡാക്ക് നമ്മൾ കുത്തിടേണ്ടതില്ല. ഡാക്ക പ്രയോഗ ശബ്ദ കെ ശുരൂമേ ഹോത്താ ഹേ, ആ ഡാക്ക് നമ്മൾ കുത്തിടേണ്ടതില്ല. ഡാ സംയുക്ത വ്യഞ്ജൻമേ ഡാക്ക പ്രയോഗ നഹീ ഹോത്ത. അതുപോലെ സംയുക്ത വ്യഞ്ജൻ, അതായത് ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് ഇതാ ദപ്പ കണ്ടു എന്നുള്ള വേർഡിൽ ഡബിൾ പാ ഉണ്ടല്ലോ, അത് സംയുക്ത വ്യഞ്ജൻ വേർഡാണ്. അപ്പോൾ അങ്ങനെയുള്ള വേർഡിൽ വരുന്ന ഡാക്ക് നമ്മൾ കുത്തിടേണ്ട ആവശ്യമില്ല. ഓക്കെ, അല്ലാതെ ഒരു വേർഡിൻ്റെ തുടക്കത്തിൽ വരുന്ന ഡാക്കും സംയുക്ത വ്യഞ്ജനിൽ വരുന്ന ഡാക്കും കുത്തിൻ്റെ ആവശ്യമില്ല, താഴെ കുത്തിടേണ്ട ആവശ്യമില്ല. അല്ലാതെ വരുന്ന സെക്കൻഡിൽ വരുന്ന ഡാക്ക്, തേർഡിൽ വരുന്നത് ഡാക്ക് ഒക്കെ കുത്തിടണം. ഇതാണ് ഡായുടെ നിയമം. ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് സ്ത്രീലിംഗ് വചൻ ലിഖിയെ, ശബ്ദം കെ ലിംഗ് അവർ വചൻ ലിഖിയെ. ദാദു കഹാനി തോ ശുരു കരോ, ദാദു കഹാനി തോ ശുരു കരോ. അവിടെ കഹാനി എന്നുള്ളത് സ്ത്രീലിംഗമാണോ ഏകവചനമാണോ എന്നാണ് നമ്മളോട് നോക്കാൻ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം കഹാനി അധികം വേർഡ്സിലും ഈ മാത്രമുള്ള വേർഡ്സൊക്കെ സ്ത്രീലിംഗമായിരിക്കും. അത് ആദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ നമുക്കറിയാം ഈ മാത്രമുള്ള വേർഡ് യാം ആഡ് ചെയ്താൽ അത് ബഹുവചനമാണ്. ഇനി ആ മാത്രമുള്ള വേർഡാണെങ്കിൽ എക്സാമ്പിളായിട്ടാണെങ്കിൽ ബച്ച എന്ന് വരുമ്പം അത് ബഹുവചനമാണ്. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഒരു വേർഡ് അണ്ടർലൈൻ ചെയ്ത വേർഡുകളൊക്കെ ബഹുവചനമാണോ സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ എക്സാമ്പിളായിട്ട് കഹാനി എന്ന് പറയുമ്പോൾ ഒരു ഈ മാത്ര വേർഡാണ്. അപ്പോൾ നമുക്കറിയാം അത് സ്ത്രീലിംഗ വേർഡാണ്. ഇനി കഹാനി എന്നുള്ളതിൻ്റെ ബഹുവചനം എന്താണ്? കഹാനിയാം. അപ്പോൾ ഇവിടെ കഹാനി എന്നേ കൊടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് അത് ഏകവചനമാണ്. ഇനി അടുത്ത വേർഡ് കീടെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് കീട എന്നുള്ള വേർഡിൽ നിന്നാണ് കീടെ വന്നത്. അപ്പോൾ കീട എന്ന് പറഞ്ഞാൽ അത് പുല്ലിംഗാണ്. കീടെ എന്ന് പറയുമ്പം അത് ബഹുവചനവുമാണ്. അതിൻ്റെ ഏകവചനം ഏതാ? കീട. അപ്പോൾ ഇത് ബഹുവചനവുമാണ് പുല്ലിംഗുമാണ്. അടുത്ത സൂണ്ട് എന്ന് പറയുമ്പം തുമ്പിക്കൈ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹാത്തിക്കേ തുമ്പിക്കൈ ഉള്ളൂ. ഹാത്തി പറഞ്ഞാൽ എലിഫൻറ്റ്. അപ്പോൾ ഹാത്തി എന്ന് പറയുമ്പോൾ തന്നെ അത് ഹാത്തി, വള്ളിയുള്ള വേർഡാണ് ഹാത്തി. അപ്പോൾ എന്താണ്? അത് സ്ത്രീലിംഗാണ്. വള്ളിയുള്ള വേർഡൊക്കെ സ്ത്രീലിംഗാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അപ്പോൾ സൂണ്ട് എന്നുള്ളത് എന്താണ്? സ്ത്രീലിംഗാണ്, ഏകവചനമാണ്. നെക്സ്റ്റ് ജീവജന്തു എന്ന് പറയുമ്പോൾ അതെന്താണ്? പുല്ലിംഗമാണ്, ഏകവചനമാണ്. ജന്തുവും നല്ല ജന്തു എന്ന് പറയുമ്പോൾ ഏകവചനം, പുല്ലിംഗ ഏകവചനം കേട്ടോ. പിന്നെ അടുത്തത് നമ്മൾ കേസ് ഇടാനാണ് പറയുന്നത്. നമ്മൾ ആദ്യം പഠിക്കേണ്ട ഒരു കാര്യം, ഹിന്ദിയിൽ കാരക് അല്ലെങ്കിൽ കേസ് എന്ന് പറഞ്ഞാൽ നെ കാ കേ കി കോ കേലിയെ സേ മേം, ഇതൊക്കെയാണ് നമ്മൾ 2 വേർഡിനെ യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രത്യയങ്ങളാണ് കേസ് എന്ന് പറയുന്നത് ഹിന്ദിയിൽ. അപ്പം
ഇതിൽ മേം എന്ന് പറഞ്ഞാൽ ഇന്ന് എന്നാണ് കേട്ടോ. കെ കാ കെ കി എന്നൊക്കെ പറഞ്ഞാൽ ഓഫ് ടു അങ്ങനെ ആ രീതിയിൽ. മേം എന്ന് പറഞ്ഞാൽ ഇന്ന്, സേ എന്ന് പറഞ്ഞാൽ ഫ്രം അങ്ങനെ മീൻ ചെയ്യുക. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യന് ബേളി ഔർ ബൊമ്മൻ ക്യാമ്പ് ഡാഷ് ഹാത്തിയോങ്കി ദേഖ്ഭാൽ കർത്തേതെ. ബേളിയും ബൊമ്മനും ക്യാമ്പിൽ നിന്നാണ് അവിടെ വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ മേമാണ് യൂസ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യന് ക്യാമ്പ് ഡാഷ് അധികാരി, ക്യാമ്പിൻ്റെ, ഓഫ് ടു ഒക്കെ വരുന്നത് കാക്കേക്ക് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ക്യാമ്പ് എന്ന് പറഞ്ഞ ഒരു ബഹുവചനമാണ്. അപ്പം ക്യാമ്പ് കെ അധികാരി, ക്യാമ്പിൻ്റെ അധികാരി. നെക്സ്റ്റ് നന്ന രഘു ഗായൽ ഹാലത്ത്, ഹാലത്തിൽ ആ ഒരു കണ്ടീഷനിൽ അവിടെയാണ് പറയുന്നത്. അപ്പം മേം ഇന്നുള്ള മീനിങ് വരുന്ന മേം. നെക്സ്റ്റ് ബൊമ്മൻ ഉസ്കി സൂണ്ട്, സേ എന്നുള്ളതിന് ഒരു മീനിങ് കൂടെ ഉണ്ട്. ഫ്രം ഉണ്ട്, അതുപോലെ കൊണ്ട് അങ്ങനെ പറയാം. അതുകൊണ്ട് ഇത് കൊണ്ട് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അത് സേ എന്നാണ് യൂസ് ചെയ്യുക. അപ്പോൾ സൂണ്ട് സേ തുമ്പിക്കൈ കൊണ്ട്, അപ്പിന മാതാ സടാക്കൽ ദുലാരത്ത സ്നേഹം പ്രകടിപ്പിച്ചിരുന്നു തുമ്പിക്കൈ കൊണ്ട്. അപ്പോൾ സൂണ്ട് സേ അവിടെ വരുന്നത് സേ. ഇത്രയാണ്. നെക്സ്റ്റ് പങ്ക്ച്വേഷൻ കൊടുക്കാനാണ്. ഉസ്സേ പൂജിത സബ്സെ പ്യാര ബച്ച കോൻ. അവിടെ പൂജിത്താന്ന് കഴിഞ്ഞിട്ട് ഒരു ഐഫണും പിന്നെ അതൊരു ഡയലോഗാണ്. അപ്പം ഇൻവൈറ്റഡ് കോമ രണ്ട് സൈഡിൽ പിന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. മീനിങ് ഒരു ക്വസ്റ്റ്യൻ വേർഡ് അതിൽ വരുന്നുണ്ട് കോൻ എന്നുള്ള, അതുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. സെക്കൻഡ് സെൻറ്റൻസിൽ ധാതു പോലെ, ധാതു പറഞ്ഞു എന്നിട്ട് നമ്മൾ പറയുകയാണ്. അപ്പോൾ ധാതു പറഞ്ഞു എന്ന് പറയുമ്പോൾ അവിടെ ഒരു കോമ. ബേട്ടാ കുട്ടീന്ന് വിളിക്കുകയാണ്. അപ്പോൾ ഒരു എക്സ്ക്ലമേറ്ററി ചിഹ്നം. വികാസ് കി ആദ്യ ദൗഡ് ഹേ, വികാസത്തിൻ്റെ ആദ്യം വളരെ വേഗത്തിലാണ്. അപ്പോൾ അവിടെ ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് ഹാം ധാതു, അവിടെ ഒരു എക്സ്ക്ലമേറ്ററി. പേട് കാട്ടിന ഗലത്ത് ഹേ, മരം വെട്ടുന്നത് തെറ്റാണ് എന്നിട്ടൊരു കോമഡ. ബഹുത്ത് ഗലത്ത്, അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് ഷീന ബോലി, ഷീന പറഞ്ഞു ഒരു കോമഡ എന്നിട്ട് ഇൻവെർട്ടർ കോമ. ധാതു അവിടെ വിളിക്കുകയാണ്. അപ്പോൾ ഒരു എക്സ്ക്ലമേറ്ററി. നെക്സ്റ്റ് കഹാനി തോ ശുരു കരോ, കഥ ആരംഭിക്കൂ എന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് അവിടെ ഒരു ഇൻവെർട്ടർ കോമ. അപ്പോൾ ഇത്രയാണ് ആ ഒരു ചാപ്റ്ററിലുള്ളത് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഫോർത്ത് ചാപ്റ്ററിലേക്ക് പോകാം. നെക്സ്റ്റ് സീഗോ ചാപ്റ്ററിൽ കേട്ടോ. സീഗോ ചാപ്റ്ററിൽ സ്പീക്കിംഗ് സ്കില്ല്, അതിൽ വൊക്കാബുലറിക്ക് ശേഷം വരുന്ന സ്പീക്കിംഗ് സ്കില്ലിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫൂലോം സെ ഹമേ ക്യാ സീഖ്നാ ചാഹിയേ. പൂക്കളിൽ നിന്ന് നമ്മൾ എന്ത് പഠിക്കണം? ആൻസർ ഹസ്ന, ചിരിക്കാൻ. നെക്സ്റ്റ് ഹവാ സെ ഹം ക്യാ സീഖ് സക്തേ ഹൈ. കാറ്റിൽ നിന്ന് നമ്മൾ എന്ത് പഠിക്കുന്നു? ആൻസർ ഹിൽന, ഹിലാന, ഇളകുക, ഇളക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സീഖോ കവിതയ്ക്ക് അനുസാർ ദൂത് और पानी का क्या महत्व है. സീഖോ കവിത അനുസരിച്ച് ദൂതിൻ്റെയും വെള്ളത്തിൻ്റെയും പാലിൻ്റെയും വെള്ളത്തിൻ്റെയും മഹത്വം എന്താണ്? ആൻസർ ദൂത് और पानी एक साथ मिलकर एक जैसे हो जाते हैं. ദൂതും പാനിയും ഒരേപോലെ കണ്ടുമുട്ടി ഒരുമിച്ച് ചേർന്നിട്ട് ഒരേപോലെ പോകുന്നു. നെക്സ്റ്റ് റൈറ്റിംഗ് സ്കില്ല് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പൃഥ്വി സെ ഹമേ കോൺ സി ശിക്ഷ മിൽത്തി ഹെ. ഭൂമിയിൽ നിന്ന് നമ്മൾ എന്തറിവാണ് കിട്ടുന്നത് നമുക്ക്? ആൻസർ പ്രാണിയോം കി സച്ചി സേവ കർണേക്ക് ശിക്ഷ മിൽത്തി ഹെ. പ്രാണികളെ നന്നായിട്ട് സേവിക്കുക എന്നുള്ള ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുന്നത് പൃഥ്വിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സീഖോ കവിത മേ മച്ചലി കിസ് ചീസ് കാ പ്രതീക് ഹെ. സീഖോ കവിത അനുസരിച്ച് മച്ചലി എന്തിൻ്റെ പ്രതീകമാണ്? ആൻസർ മച്ചലി സ്വദേശ് പ്രേമ കേലിയെ ആത്മബലിദാൻ കാ പ്രതീക് ഹെ. മച്ചലി സ്വദേശ സ്നേഹത്തിന് വേണ്ടി, സ്വദേശത്തോടുള്ള സ്നേഹം കൊണ്ട് ആത്മാവ് ബലിയർപ്പിക്കുന്ന അതിൻ്റെ പ്രതീകമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പച്ചടക്കെ പേടോം സെ ഹമേ കോൺസി സീഖ് മിൽത്തി ഹെ. ഓട്ടമൻ ട്രീസിൽ നിന്ന് നമ്മൾ എന്താണ് പഠിക്കുന്നത്? ആൻസർ പച്ചടക്കെ പേടോം സെ ഹമേ ധൈര്യബനായി രഖ്നേക്ക് സീഖ്. എപ്പോഴും ഏത് ഒരു ദുഃഖനിമിഷത്തിലും ധൈര്യം വേണമെന്ന്, ധൈര്യത്തോടെ നിൽക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് പച്ചടിക്ക പേടവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വർഷാക്കി ബൂന്തോം കാ ക്യാ സന്ദേശ് ഹേ. മഴത്തുള്ളികളുടെ സന്ദേശം എന്താണ്? ആൻസർ ഹമേം സബ്സെ പ്രേം ബഡാനാ ചാഹിയെ. നമ്മളെല്ലാവരിലേക്കും സ്നേഹം സ്പ്രെഡ് ചെയ്യുക. നെക്സ്റ്റ് ഓപ്ഷൻ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ജുക്കി ഹുയെ ഡാലിയോം കിസ്കി പ്രതീക് ഹേ. വളഞ്ഞ കൊമ്പുകൾ എന്തിൻ്റെ പ്രതീകമാണ്? ആൻസർ വിനമ്രത, വിനയത്തിൻ്റെ, വിനമ്രതാക്കി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സൂര്യക്ക് കിരണോം സെ ഹമേ ക്യാ ശിക്ഷ മിൽത്തി ഹെ. സൂര്യകിരണങ്ങളിൽ നിന്ന് നമ്മൾ എന്ത് പഠിക്കുന്നു? ആൻസർ ജാഗരൂകത അവർ പ്രേരണ. എപ്പോഴും ജാഗരൂകരാവുക, നമ്മളുടെ ജോലിയിലോ അല്ലെങ്കിൽ നമ്മളുടെ ഓരോ കാര്യത്തിലും ജാഗരൂകരാവുക. പിന്നെ പ്രേരണ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലത അവർ പേടോം സെ ക്യാ സീഖ് മിൽത്തി ഹെ. ക്രീപ്പറും മരങ്ങളും നമ്മളെ എന്ത് പഠിപ്പിക്കുന്നു? ആൻസർ സബ്കോ ഗലേ ലഗാന. തമ്മിൽ എല്ലാവരും കെട്ടിപ്പിടിക്കുക, പരസ്പരം ചേർന്നിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജീവൻ പദപ്പർ ബഡ്നേക്ക് സീഖ് കിസ്സെ മിൽത്തി ഹെ. ജീവിതത്തിൽ എപ്പോഴും മുന്നേറണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് ആരാണ്? ആൻസർ ജലധാര, വെള്ളം, ഒഴുകുന്ന വെള്ളം, ജലധാര നമ്മളെ പഠിപ്പിക്കുന്നു. നെക്സ്റ്റ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫൂലോം സെ ഹം ഡാഷ് സീഖത്തെ ഹെ. പൂക്കളിൽ നമ്മൾ ഡാഷ് പഠിക്കുന്നു. ആൻസർ ഹസ്ന. സെക്കൻഡ് ക്വസ്റ്റ്യൻ ജുക്കി ഹുയി ശാഖായം ഡാഷ് കി പ്രതീക് ഹെ. വളഞ്ഞ കൊമ്പുകൾ ഡാഷിൻ്റെ പ്രതീകമാണ്, വിനമ്രത. ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലതാവും അവർ പേടോം സെ ഹമേം ഡാഷ് സീഖ്നാ ചാഹിയെ. ക്രീപ്പറും അതുപോലെ മരങ്ങളും നമുക്ക് ഡാഷ് പഠിക്കുന്നു. ആൻസർ ലച്ചീലാപ്പൻ, ഫ്ലെക്സിബിൾ. നെക്സ്റ്റ് ജലധാര ഹമേ നിരന്തര ഡാഷ് കാ സന്ദേശം ദേത്തി ഹെ. ജലധാര നമുക്ക് എപ്പോഴും എന്തോ ഒരു സന്ദേശം തരുന്നു. ആൻസർ പ്രഗതി, പ്രോഗ്രസ്, ഡെവലപ്മെൻറ്റിൻ്റെ.
അപ്പോൾ അതിൻ്റെ താഴെയുള്ളത് കവിത നമുക്ക് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതുപോലുള്ള വേറെ രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. അപ്പം അത് നോക്കിയിട്ട് ഇത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കട്ടോ, എങ്ങനെ ആൻസർ കണ്ടെത്താന്നുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകാം. അപ്പോൾ നെക്സ്റ്റ് പേജിൽ ആ കവിതൻ്റെ ബാക്കിയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ മലയാളം മീനിങ് ആണ്. അപ്പോൾ ആ 26 പേജ് നമുക്ക് ഒഴിവാക്കാം, അതിൽ പിന്നെ മറ്റൊന്നുമില്ല. അത് കഴിഞ്ഞ് 27 പേജിൽ ചൂസ് ദ സിനോണിംസ്, പര്യായവാചി ശബ്ദമാണ്, അതായത് സമാനമായ അർത്ഥങ്ങളുള്ള മറ്റു പദങ്ങൾ. ഒന്നാമത്തെ വേർഡ് തരു എന്ന് പറഞ്ഞാൽ ട്രീ, അതിൻ്റെ മറ്റു വേർഡുകളാണ് വൃക്ഷ്, പേട്. നെക്സ്റ്റ് സെക്കൻഡ് വേർഡ് സൂരജ്, സണ്ണ്, സൂര്യ, രവി. തേർഡ് പാനി, വാട്ടർ, നീര്, ജൽ. നെക്സ്റ്റ് ഹവ, കാറ്റ്, വിൻഡ്, പവൻ, വായു. നെക്സ്റ്റ് പൃഥ്വി എന്ന് പറഞ്ഞാൽ എർത്ത്, ധര, ധർത്തി. നെക്സ്റ്റ് മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ഫോളോയിങ് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് വേർഡ്സ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക. ഓപ്പോസിറ്റ് വേർഡ്സ് വിലോം ശബ്ദ ലിഖി എന്ന് പറഞ്ഞിട്ട് എഴുതാനുണ്ടാവും. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ജഗിന എന്ന് പറഞ്ഞാൽ ഉണരുക. നെക്സ്റ്റ് സോന, അതിൻ്റെ ഓപ്പോസിറ്റ് ഉറങ്ങുക. മർന, മരിക്കുക. ജീന, ജീവിക്കുക. സച്ചി എന്ന് പറഞ്ഞാൽ ട്രൂത്ത്, ചൂട്ടി പറഞ്ഞാൽ കളവ്. ദുഃഖം എന്ന് പറഞ്ഞാൽ ദുഃഖം, സുഖം പറഞ്ഞാൽ സുഖം. നെക്സ്റ്റ് പ്രേമ എന്ന് പറഞ്ഞാൽ ലവ്. ഗൃണ എന്ന് പറഞ്ഞാൽ വെറുപ്പ്. നെക്സ്റ്റ് ജഗാന എന്ന് പറഞ്ഞാൽ ഉണർത്തുക. സുലാന എന്ന് പറഞ്ഞാൽ ഉറക്കുക. ചടാന എന്ന് പറഞ്ഞാൽ കയറ. ഉത്തർണ എന്ന് പറഞ്ഞാൽ ഇറങ്ങുക. നെക്സ്റ്റ് അന്തേര എന്ന് പറഞ്ഞാൽ ഡാർക്ക്നെസ്. ഉജാല എന്ന് പറഞ്ഞാൽ ലൈറ്റ്. നെക്സ്റ്റ് റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് കേട്ടോ. അപ്പം അതൊന്നും എക്സാമിൽ അതുപോലെ എഴുതാണ്ടാവില്ല എന്ന് വിചാരിക്കണം. ജസ്റ്റ് ഒന്ന് നോക്കി മനസ്സിലാക്കി വെക്കാം. മിൽന, മിലാന, മിൽത്താഹെ, മിലാത്താഹെ സിമ്പിളാണ്. ജഗിന, ജഗാന ഓരോ ആ മാത്രം ഇട്ട് കൊടുക്കുക രണ്ടാമത്തെ സെക്ഷനിൽ. മിൽന, മിലാന, ജഗിന, ജഗാന, പഠിന, പടാന, ഹിൽന, ഹിലാന, കർണ, കരാന. രണ്ടാമത്തെ ലെറ്ററിന് കഴിഞ്ഞിട്ട് ഓരോ ആ മാത്രം ഇടാം. നെക്സ്റ്റ് മൂന്നാമത്തെ കള്ളിയിൽ മിൽത്താഹെ. അപ്പോൾ മിൽന എന്ന് ക്രിയ വരുമ്പം അതിന് മിൽത്താഹെ. ജഗതാഹെ, പടുത്താഹെ, ഹിൽത്താഹെ, കർത്താഹെ. അതൊക്കെ ഹേ എന്നിട്ട് കൊടുക്കുക. താ എന്നിട്ടിട്ട് ഹേ എന്നിടുക. നാലാമത്തെ കള്ളിയിൽ ഇതേപോലെ തന്നെ രണ്ടാമത്തെ ലെറ്ററിന് ആ മാത്രം ഇടുക. മിൽത്താഹെ എന്ന് പറയുമ്പോൾ മിലാത്താഹെ, ജഗതാഹെ, ജഗാത്താഹെ, പടുത്താഹെ, പടാത്താഹെ. അപ്പോൾ ഇങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വായിക്കട്ടോ. ഒന്നും പഠിക്കാതെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. നെക്സ്റ്റ് കവിതാക്കിയ തുക്കുപാലെ ശബ്ദ റൈമിംഗ് വേർഡ് എഴുതാനാണ്. ഒന്നാമത്തെ വേർഡ് ഗാന, ചുക്കാന. അപ്പോൾ അതുപോലെ പ്രൊണൗൺസിയേഷൻ വരുന്ന വേർഡ് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കുക. ഹിലാന, മിലാന, ജഗാന, ലഗാന. മർന, ധർണ, കർണ, ഹർണ, ബടിന, ചടിന. ഇങ്ങനെ അതുപോലെ ആ ഒരു രീതി വരുന്ന വേർഡുകൾ ഉണ്ടാക്കട്ടോ. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ ആ ചാപ്റ്റർ അതോടുകൂടി കഴിഞ്ഞു. ഇനി നമുക്ക് 5th ചാപ്റ്ററിലേക്ക് പോവാം. നെക്സ്റ്റ് ചാപ്റ്റർ മേം അനൂട്ടാഹും. ആ ഒരു ചാപ്റ്ററിൽ പേജ് നമ്പർ 34 സ്പീക്കിംഗ് സ്കിൽ ക്വസ്റ്റ്യൻസ് നോക്കാം. അവിടെ 3 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഹൻസുകോ ദേഖുകർ കവ്വ ക്യോം ദുഃഖിത. ഹൻസ് എന്ന് പറഞ്ഞാൽ സ്വാനെ കണ്ടിട്ട് കവ്വ ദുഃഖിതയായിരുന്നു എന്തുകൊണ്ട്? ആൻസർ കവ്വ അപ്പിനെ കാലേ രംഗക്ക് കാരൻ ദുഃഖിത. കവ്വ തൻ്റെ കറുത്ത നിറം കാരണം ഹൻസിന് വൈറ്റ് കളറാണല്ലോ. അപ്പോൾ കവ്വ അപ്പിനെ കാലേ രംഗക്ക് കാരൻ ദുഃഖിത. കവ്വ തൻ്റെ കറുത്ത നിറം കാരണം ദുഃഖിതയായിരുന്നു. നെക്സ്റ്റ് ഹൻസുകോ സംസാരക്ക സുഖി പ്രാണി തോത്താക്യോം ലക്താത. ഹൻസാണ് ഈ ലോകത്തിലെ ഏറ്റവും ലക്കിയായിട്ടുള്ള പ്രാണി, ജീവി എന്ന് തോത്ത അല്ല. ഹൻസുകോ സംസാരക്ക സുഖി പ്രാണി തോത്ത ക്യോ ദുഃഖിത. ഹൻസ് വിചാരിച്ചു സംസാരിലെ ഏറ്റവും സുഖി പ്രാണി, ലക്കിയായിട്ടുള്ള പ്രാണി തോത്തയാണ്. എന്തുകൊണ്ടാണ് ഹൻസ് അങ്ങനെ വിചാരിച്ചത്? ആൻസർ വോ ദോ രംഗ് കാഹെ. തോത്താക്കോ ദോ രംഗ് കാഹെ. തോത്തക്ക് 2 നിറമുണ്ടായിരുന്നു. നെക്സ്റ്റ് തോത്ത കബ് തക്ക് സുഖി അനുഭവക്കാർ രഹാദ. തോത്ത ഏതുവരെയായിരുന്നു താനാണ് ഏറ്റവും ലക്കിയസ്റ്റ് ബേഡെന്ന് വിചാരിച്ചത്? ആൻസർ ജബ് തക്ക് തോത്ത മോർക്കി നഹീൻ ദേക്കാത. എത്ര വരെ? ജബ് തക്ക് ഏത് സമയം വരെ? തോത്ത മോർക്കി നഹി മോറിനെ കണ്ടില്ല, ദേക്കാത തബ് തക്ക് അത്ര വരെ സുഖി അനുഭവക്കാർ രഹാദ ഏറ്റവും ലക്കിയസ്റ്റ് ആയിട്ടുള്ള ബേഡായിരുന്നു. നെക്സ്റ്റ് റൈറ്റിംഗ് സ്കില്ല് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹൻസ് അവർ കവ്വമേക്ക അന്തർദ. ഹൻസും കവ്വ പറഞ്ഞാൽ ക്രോ ആണ്. അപ്പോൾ ഹൻസും ക്രോയും തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു? ആൻസർ ഹൻസ് സഫേദ് രംഗത. ഹൻസ് വെളുത്ത നിറമായിരുന്നു. കവ്വ കാല രംഗത. കവ്വ കറുത്ത നിറവുമായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കവ്വനെ ഈശ്വർക്കോ ധന്യവാദ ക്യോം ദിയ. കവ്വ ഈശ്വരനെ നന്ദി നൽകി എന്തുകൊണ്ട്? ആൻസർ കവ്വയെ സമജ് ചുക്കാത. കവ്വക്ക് മനസ്സിലായി. ഈ കീ എന്ന് പറയുമ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലാണ് വള്ളി എഴുതി കേട്ടോ. അതിൻ്റെ മീനിങ് ദാറ്റ് എന്നാണ്. എന്തെന്നാൽ ജീവൻ മേം ജീവിതത്തിൽ ജോ മിലാഹെ എന്ത് കിട്ടി, ഉസി മേം അതിൽ സുഖി രഹന ചാഹിയെ സന്തോഷിക്കണം, സംതൃപ്തരാവണം. അതാണ് അവസാനം കവ്വ മനസ്സിലാക്കിയത്. നെക്സ്റ്റ് മോറിനെ കവ്വയ്ക്കോ കിസ്തര സമജായ. മോർ കവ്വയെ ഏത് തരത്തിലാണ് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തത്? ആൻസർ തും ഏകമാത്ര ഐസേ പ്രാണി ഹോ. മോർ കവ്വയോട് പറയാണ്
തും ഏകമാത്ര ഐസേ പ്രാണി ഹോ, നീ മാത്രമാണ് അങ്ങനെയുള്ളൊരു ജീവി. ജോ എങ്ങനെയെന്നാൽ ഉന്മുക്ത ഓർ സ്വച്ഛന്ത് ഹോ, ഏറ്റവും ഉന്മുക്തായതും സ്വച്ഛന്ത് ഫ്രീ ആയതും. നീ മാത്രമാണ് അതുപോലുള്ള ഒരു പ്രാണി. ഉന്മുക്ത ഓർ സ്വച്ഛന്ത് ഫ്രീഡവും സെൽഫ് വിൽഡും, തൻ്റെ ഇച്ഛക്കനുസരിച്ച് എവിടെയും പറക്കാനുള്ള ആ ഒരു സ്പെഷ്യൽ ആ ഒരു കഴിവ്, ഫ്രീഡം കിട്ടിയ ഒരു ബേർഡ് നീ മാത്രമാണെന്ന് മോറ് കവ്വയോട് പറഞ്ഞു. നെക്സ്റ്റ്, കവ്വയ്ക്ക് ജഗ് ആപ്പ് ഹോത്തേ തൂ ക്യാ കർത്തേ, കവ്വയുടെ ആ ഒരു സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ എന്ത് ചെയ്യും? ആൻസർ, അപ്പിനെ രംഗ് കെ കാരണം, തൻ്റെ നിറം കൊണ്ട് ദുഃഖി ഇന്ന ഹോത്ത, അവിടെ ഞാൻ തന്നെ വേണം കേട്ടോ, ദുഃഖി ഇന്ന ഹോത്ത, ദുഃഖിതയാവില്ല. മേ അപ്പിനെ ഗുണോക്കോ, ഞാൻ എൻ്റെ ക്വാളിറ്റി കൊണ്ട് ക്വാളിറ്റിയുടെ മഹത്വ സമജാവുക, മഹത്വം മനസ്സിലാക്കും. നെക്സ്റ്റ് ഓപ്ഷൻ ക്വസ്റ്റ്യൻ നെക്സ്റ്റ് പേജിൽ 35. മോറിനെ കവ്വേ സെ കഹാക്കി, മോറ് കവ്വയോട് പറഞ്ഞു എന്തെന്നാൽ, വോ സുന്ദരതാക്കി വജേസി ദുഃഖി ഹേ, അവൻ സൗന്ദര്യം കാരണം ദുഃഖിതയാണ്. നെക്സ്റ്റ്, കവ്വേനെ അപ്പിനി സ്ഥിതി സെ ക്യാ സീക്ക, കവ്വ തൻ്റെ സ്ഥിതിയിൽ നിന്ന് എന്ത് പഠിച്ചു? ആൻസർ, അപ്പിനി സ്ഥിതി അവർ ഗുണോം സെ ഖുഷ് രഹനാ ചാഹിയെ, തൻ്റെ സ്ഥിതിയും ക്വാളിറ്റിക്കും അനുസരിച്ച് സന്തോഷവാനാവണം. നെക്സ്റ്റ്, കവ്വേനെ കിസെ ധന്യവാദ ദിയ, കവ്വ ആർക്കാണ് നന്ദി നൽകിയത്? ഈശ്വർക്കോ, ഈശ്വരന്. നെക്സ്റ്റ്, സഹിയ ഗലത്ത്, അത് വരാൻ സാധ്യതയില്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് നോക്കൂ. മോറിനെ കഹാ കി ഡേഷ് കെ ബാവജൂദ് വോ ഡേഷ് ഹേ, മോറ് പറഞ്ഞു ഡേഷ് കെ, ഡേഷ് കൊണ്ട്, അവിടെ ആൻസർ സുന്ദരത, സൗന്ദര്യം കൊണ്ട് മോറാണ് പറയുന്നത്. അപ്പോൾ സുന്ദരത, ജസ്റ്റ് ഒരു കോഡ് വെക്കുക, മോറ് അപ്പോൾ സുന്ദരത. കെ ബാവജൂദ് വോഹു ദുഃഖി ഹേ, ആ ഒരു കാരണം കൊണ്ട് ദുഃഖിതയാണ്. മോർ അങ്ങനെ പറയണ്ടല്ലോ, ഞാൻ ദുഃഖിതയാണ്. സുന്ദരത കെ കാരണം മേ ദുഃഖി ഹേ എന്ന് പറയണ്ടല്ലോ, അപ്പോൾ അതാണ് ആൻസർ. ബ്രാക്കറ്റിൽ അവിടെ ഉണ്ട് സുന്ദരത ദുഃഖി. അപ്പോൾ മോറിനെ കഹാക്കി സുന്ദരത കെ ബാവജൂദ് വോ ദുഃഖി ഹേ. സെക്കൻഡ്, ദൂസരോം സെ ഡേഷ് കർണേ സെ ഡേഷ് നഹി മിൽത്തി, ദൂസരോം സെ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കൊണ്ട് തുലന, അവിടെ ആൻസർ തുലന എന്നാണ്, കമ്പയർ ചെയ്യുക. ഖുഷി നഹി മിൽത്തി, സന്തോഷം കിട്ടില്ല, ഡേഷ് കിട്ടില്ല എന്നാണ്. അപ്പോൾ ഖുഷി, സന്തോഷം കിട്ടില്ല. നെക്സ്റ്റ്, കവ്വ ബീഡ് കം ഹോനേക്ക്, കവ്വ ബീഡ് എന്ന് പറഞ്ഞാൽ ക്രൗഡ്, ആൾക്കൂട്ടം കുറയാൻ വേണ്ടി പ്രതീക്ഷ കർണയിലേക്ക, വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ജസ്റ്റ് ഒന്ന് അണ്ടർസ്റ്റാൻഡ് സ്റ്റഡി, മനസ്സിലാക്കി പഠിക്കട്ടെ. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാം. നെക്സ്റ്റ് പേജിൽ നമ്മൾ പതിവ് പോലെ തന്നെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആണ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക, എങ്ങനെ ആൻസർ കണ്ടെത്തുന്നൊക്കെ ഉള്ളത്. അപ്പോൾ അത് പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് മാതൃഭാഷയാണ്, അപ്പോൾ അത് വേണ്ട. അപ്പോൾ ആ ഒരു പേജിലൊന്നും പഠിക്കാനില്ല. 37 പോവാം. 37 നമ്മളത് സിനോണിംസ്, പര്യായവാചി ശബ്ദസമാനമായ അർത്ഥങ്ങൾ വരുന്ന പദങ്ങളാണ്. ഫസ്റ്റ് വേർഡ് പ്രയത്ന എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്കാണ്. സെയിം അർത്ഥം വരുന്ന 2 പദങ്ങളുണ്ട്, കോശിഷ്, പ്രയാസ്. സെക്കൻഡ്, ദരിയ എന്ന് പറഞ്ഞാൽ മീനിങ് റിവർ എന്നാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ സരിതാ നദി, 2 വേർഡ്സ്. നെക്സ്റ്റ്, ഉന്മുക്ത് എന്ന് പറഞ്ഞാൽ ഫ്രീ ആണ്, സ്വതന്ത്ര, ആസാദ്, ഫ്രീ. നെക്സ്റ്റ്, ആങ്ക്, നയൻ, നേത്ര. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ്, വാക്യമേ കാരക ചിഹ്നവും രേഖാങ്കിരി ജിയെ, നേരത്തെ ഞാൻ പറഞ്ഞു കാരക കൈസ്, ഹിന്ദിയിൽ കാ, കെ, കി, അതുപോലെ മേം, നേ, സേ, കേലിയെ, ഇതൊക്കെ കാരകങ്ങളാണ് കേട്ടോ. കാരകങ്ങൾ എന്ന് പറഞ്ഞാൽ കേസ്, മാറിപ്പോവരുത്, CASE, കേസ് എടുത്ത് എഴുതാനുണ്ടാവും. അപ്പോൾ കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ 2 വേർഡുകളെ, ഒരു സെൻറ്റൻസ്, ഹിന്ദിയിൽ സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ 2 വേർഡുകളെ ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇടയിൽ ചേർക്കുന്ന പ്രത്യയങ്ങളാണ് കാരക്. അപ്പോൾ അത് അവിടെ ഒരു ബോക്സിൽ ജസ്റ്റ് അവിടെ എഴുതി വെക്കുക, ടെക്സ്റ്റിൽ തന്നെ. കാ, കെ, കി, കോ, മേം, നേ, പർ, സേ, ഇത്രയാണ് പ്രത്യയങ്ങളുള്ളത്. അപ്പോൾ ഈ പ്രത്യയങ്ങൾ നിങ്ങൾ സെൻറ്റൻസിൽ കണ്ടാൽ അതിനെ എടുത്തെഴുതുക. കേസിന് എടുത്തെഴുതാനാണ് പറയുന്നത്. കാരക ചിഹ്നവും രേഖാങ്കിരി ഗിജി ഓർ ലിഖിയെ, ടേക്ക് ആൻഡ് റൈറ്റ് ദ കേസ്. അപ്പോൾ ഒന്നാമത്തെ സെൻറ്റൻസ് നോക്കൂ. പക്ഷിയോം കി കഹാനി പർ ധ്യാൻ ദേം, അപ്പോൾ അതിൽ പക്ഷിയോം അതുപോലെ കഹാനി ഈ 2 വേർഡിനെയും ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത ഒരു പ്രത്യയമാണ് കി. അപ്പോൾ ആ കി എടുത്തെഴുതുക. പിന്നെ കഹാനി ആൻഡ് ധ്യാൻ ഈ 2 വേർഡിനെയും ബന്ധിപ്പിക്കാൻ വേണ്ടി പർ, അപ്പോൾ അത് പറഞ്ഞെടുത്തത്. അപ്പോൾ സെൻറ്റൻസുകളൊക്കെ ഒന്ന് നോക്കുക, എന്നിട്ട് കേസുകൾ എടുത്തെഴുതാൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി റീഡ് ചെയ്യുക. അത് പെട്ടെന്ന് പഠിക്കാൻ കഴിയും, അങ്ങനെ പഠിക്കട്ടോ. സെക്കൻഡ് സെൻറ്റൻസ്, മുജേ തോ തേസെ ഈർഷ്യ ഹോത്തി ഹേ, അവിടെ തോന്ന് കണ്ട് കേസാണെന്ന് തെറ്റിദ്ധരിക്കരുത്. തോന്നുള്ളത് കേസിലില്ല, സേ അതിൽ വരുന്നുണ്ട്, അതാണ് കേസ്. നെക്സ്റ്റ്, കവ്വേനെ മോർ ഗോ ബതായി ദി, അതിൽ നേ ഗോ. നെക്സ്റ്റ് ലാസ്റ്റ് സെൻറ്റൻസിൽ ഇസ് ബാത് ചെയ്ത് സേ കവ്വേ കി ആംഖേം കുൽ ഗയി, അവിടെ സേ കി. ഇത്രയാണ്. നെക്സ്റ്റ് വിശേഷൻ അവർ വിശേഷ രേഖാങ്കിരി കീജിയെ, വിശേഷണം വിശേഷം എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ സെൻറ്റൻസ് ആദ്യം തന്നെ മനസ്സിലാക്കിയേക്കുക. വിശേഷ്യ എന്ന് പറഞ്ഞാൽ നൗണും വിശേഷൻ എന്ന് പറയുമ്പോൾ ഡിസ്ക്രൈബിംഗ് വേർഡ്, അഡ്ജക്റ്റീവ്, ഇതാണെന്ന് ആദ്യം മനസ്സിലാക്കി വെക്കുക.
അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസിൽ ഇതാ നമ്മൾ ഒരു നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് വിശേഷൺ. അപ്പോൾ വിശേഷൺ ഏതിനെയാണോ ഡിസ്ക്രൈബ് ചെയ്തത് അത് വിശേഷ്യ. അപ്പോൾ എക്സാമ്പിൾ നോക്കൂ. ഹർ വ്യക്തി അപ്പിനെ വിശിഷ്ട ഗുണവും സെ ഉത്പന്ന ഹുവാ ഹേ. ഒന്നാമത്തെ സെൻറ്റൻസിൽ തന്നെ രണ്ട് വിശേഷമുണ്ട്, രണ്ട് വിശേഷണമുണ്ട്. ഹർ വ്യക്തി എല്ലാ ഓരോ വ്യക്തികളും. അപ്പോൾ ഈ വ്യക്തി എന്നുള്ളതിനെ ഡിസ്ക്രൈബ് ചെയ്തു. എല്ലാ ഓരോ വ്യക്തി, എല്ലാ ഓരോ ഹർ എന്നുള്ള അതാണ് വിശേഷൻ, വ്യക്തി വിശേഷ്യ. നെക്സ്റ്റ് വിശിഷ്ട ഗുണവും, സ്പെഷ്യലായിട്ടുള്ള ഗുണങ്ങൾ, വിശിഷ്ട ഗുണവും. അപ്പോൾ ഈ ഗുണം എന്നുള്ള വേർഡിനെ ഡിസ്ക്രൈബ് ചെയ്ത് വിശിഷ്ട. അപ്പോൾ വിശിഷ്ട വിശേഷണവും ഗുണവിശേഷ്യ. അപ്പോൾ വിശിഷ്ട ഗുണവും അങ്ങനെ തന്നെ എടുത്തെഴുതുക. നെക്സ്റ്റ് സെക്കൻഡിൽ ഇസി തരഹ് കുച്ച് കംസോരിയാം ബി ജന്മജാത് ഹേ. അതുപോലെ തന്നെ കുറച്ച് കംസോരിയാം കുറവുകളും ജന്മജാതമാണ്. അവിടെ കുച്ച് കുറച്ച് കുറവുകൾ, കംസോരിയാം എന്ന് പറഞ്ഞു. അപ്പോൾ കുച്ച് എന്താണ് ഡിസ്ക്രൈബിംഗ് വേർഡ്, വിശേഷണമാണ്. കംസോരിയ വിശേഷ്യ നൗണ്. നെക്സ്റ്റ് സംസാർ കാ സബ്സെ സുഖി പ്രാണി ഹോനാ ചാഹിയെ. സുഖി പ്രാണി, സുഖി വിശേഷൺ, പ്രാണി വിശേഷ്യ. നെക്സ്റ്റ് കാല കവ്വ, കാല വിശേഷൺ, കവ്വ വിശേഷ്യ. ഷേദ് ഹംസ്, ഷേദ് വിശേഷ്യ, വിശേഷൺ ഹംസ് വിശേഷ്യ. ഇത്രയുള്ളൂ. ഓക്കെ, അപ്പോൾ 5 ചാപ്റ്റേഴ്സും കഴിഞ്ഞു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് വാങ്ങുക. ഓൾ ദി ബെസ്റ്റ് ഫോർ എക്സാം. ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.